പരശുരാമൻ മഴുവെറിഞ്ഞ് സമുദ്രത്തിൽ നിന്നും വീണ്ടെടുത്ത പുണ്യഭൂമിയാണ് കേരളം എന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ കടലിൽ നിന്നും ഉയർന്നുവന്ന ഈ ഭൂമി തുടക്കത്തിൽ മനുഷ്യർക്ക് വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല. മണ്ണിൽ നിറയെ ഉപ്പുരസമായിരുന്നു. ഈ പ്രതിസന്ധിയിൽ മനംനൊന്ത പരശുരാമൻ കൈലാസനാഥനായ പരമശിവനെ തപസ് ചെയ്തു. ശിവഭഗവാന്റെ ഉപദേശപ്രകാരം ഭൂമിയുടെ ദോഷം മാറ്റാൻ പരശുരാമൻ നാഗരാജാവിനെ പ്രാർത്ഥിച്ചു. തപസ്സിൽ സംപ്രീതനായ നാഗരാജാവ് പ്രത്യക്ഷപ്പെടുകയും തന്റെ വിഷം കലർന്ന ഉമിനീർ കൊണ്ട് ഭൂമിയിലെ ഉപ്പുരസം വലിച്ചെടുത്ത് മാറ്റുകയും ചെയ്തു. അങ്ങനെയാണ് കേരളം പച്ചപ്പുള്ള ഫലഭൂയിഷ്ഠമായ നാടായി മാറിയത്. പരശുരാമൻ അവിടെ നാഗരാജാവിനെ കുടിയിരുത്തി. കാലങ്ങൾ കടന്നുപോയി. ക്ഷേത്രത്തിനടുത്തുള്ള ഇല്ലത്ത് വാസുദേവൻ എന്നും ശ്രീദേവി എന്നും പേരുള്ള ഒരു ബ്രാഹ്മണ ദമ്പതികൾ താമസിച്ചിരുന്നു. സമ്പത്തും ഐശ്വര്യവും ഉണ്ടായിരുന്നെങ്കിലും തങ്ങൾക്കൊരു കുഞ്ഞില്ലല്ലോ എന്ന വിഷമം അവരെ വല്ലാതെ അലട്ടിയിരുന്നു. ആ സമയത്താണ് ക്ഷേത്രപരിസരത്തെ കാട്ടിൽ അപ്രതീക്ഷിതമായി ഒരു വലിയ തീപിടുത്തമുണ്ടായത്. നാഗരാജാവിന്റെ വാസസ്ഥലമായിരുന്ന കാവ് കത്തിയമർന്നു. തീയിൽപ്പെട്ട് നിരവധി സർപ്പങ്ങൾക്ക് പൊള്ളലേറ്റു. വേദന കൊണ്ട് പുളഞ്ഞ നാഗങ്ങളെ കണ്ട് വാസുദേവനും ശ്രീദേവിയും തങ്ങളുടെ സ്വന്തം മക്കളെപ്പോലെ അവരെ ശുശ്രൂഷിച്ചു. തേനും നെയ്യും ചേർത്ത് മുറിവുകളിൽ പുരട്ടി ചന്ദനം പൂശി ഇളനീർ നൽകി അവർ പാമ്പുകളെ ആശ്വസിപ്പിച്ചു. ദമ്പതികളുടെ നിസ്വാർത്ഥമായ സ്നേഹത്തിലും പരിചരണത്തിലും നാഗരാജാവ് അതീവ സന്തുഷ്ടനായി. അദ്ദേഹം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു വരം നൽകി. നിങ്ങളുടെ മകനായി ഞാൻ തന്നെ ഇവിടെ ജനിക്കും എന്ന് അദ്ദേഹം അരുളി ചെയ്തു. വൈകാതെ ശ്രീദേവി അന്തർജനം ഗർഭം ധരിച്ചു. അത്ഭുതം എന്നേ പറയേണ്ടു. അവർ 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഒന്ന് സാധാരണ മനുഷ്യശിശുവും മറ്റൊന്ന് 5 തലകളുള്ള നാഗശിശുവും. ആ നാഗശിശു സാക്ഷാൽ നാഗരാജാവിന്റെ അവതാരമായിരുന്നു. 2 സഹോദരന്മാരും ഇല്ലത്ത് ഒരുമിച്ച് വളർന്നു. കാലം കടന്നുപോയി. മനുഷ്യരൂപത്തിലുള്ള സഹോദരനോട് വിവാഹം കഴിക്കാനും വംശം നിലനിർത്താനും നാഗരാജാവ് ആവശ്യപ്പെട്ടു. തന്റെ അവതാരലക്ഷ്യം പൂർത്തിയായെന്ന് മനസ്സിലാക്കിയ നാഗരാജാവ് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാനിനി ഇല്ലത്ത് നിലവറയിൽ സമാധിയായി വസിക്കാൻ പോവുകയാണ്. താൻ നിലവറയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ പൂജിക്കാനുള്ള അധികാരം അമ്മയ്ക്ക് മാത്രമായിരിക്കുമെന്നും അമ്മയ്ക്ക് ശേഷം ഇല്ലത്തെ ഏറ്റവും മുതിർന്ന സ്ത്രീ ആ സ്ഥാനം ഏറ്റെടുക്കണമെന്നും നാഗരാജാവ് കൽപ്പിച്ചു. അങ്ങനെ അന്ന് നിലവറയിലേക്ക് പോയ നാഗരാജാവ് ഇന്നും അവിടെ തപസ്സിലിരുന്ന് മണ്ണാറശാലയിലെത്തുന്ന ഭക്തരെ അനുഗ്രഹിക്കുന്നുവെന്നാണ് വിശ്വാസം. ആ അമ്മയുടെ സ്നേഹമാണ് ഇന്നും മണ്ണാറശാലയിലെ ഓരോ മണൽത്തരിയിലും നിറഞ്ഞു നിൽക്കുന്നത്.